പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവപരിപാലന വിശ്വസിക്കുന്നവരെ ഡെസ്പാകേണ്ട കാര്യമില്ല, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ആശങ്കപ്പെടുന്ന സ്വഭാവമാണ് എല്ലാവരുടേതും. ഇതിനെ അതിലംഘിക്കുന്നതിന് ആണ് ബൈബിളിലെ അഭിഷേകം എന്നൊരു പ്രത്യേക ഈ അനുഗ്രഹത്തിനേക്കാൾ മുകളിലുള്ള ഒരു സംഭവമാണ്, ഒരു ദൈവ ഇടപെടലാണ് അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം പലപ്പോഴും വരണത് നെഗറ്റീവ് ഫീൽഡിലാണ് എപ്പോഴും അഭിഷേകം വേണ്ടി വരണത്. നെഗറ്റീവ്, ഇപ്പം നമുക്ക് എല്ലാ ജീവിതത്തിൻ്റെ നെഗറ്റീവ് സൈഡില്ലേ, അതിനെ അഭിമുഖീകരിക്കുന്നതാണ് നമുക്ക് അഭിഷേകം വേണ്ടി വരണത്. ഇപ്പം ജോലി കിട്ടുമ്പോൾ അത് അനുഗ്രഹമാണ്. പക്ഷെ അനുഗ്രഹം കിട്ടുന്ന ഒരു വരെ നമ്മൾ വിലയും കൂലിയും ഇല്ലാതെ പലയിടത്തും കൊച്ചാക്കപ്പെട്ടും ആരും അല്ലാതെ ആയി നമ്മളെ ഗണിച്ചും വീട്ടിലോട് പോലും നമുക്ക് വിലയില്ലാണ്ടാകുന്ന വരുമാനമില്ലാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാകത്തില്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഒരു അഭിഷേകം വേണ്ടത്. പണ്ടൊരു തകച്ചുദാരൻ്റെ അടുത്ത് വരുമായിരുന്നു. അപ്പോൾ അങ്ങേര് സസ്പെൻഡായി കാരണം ഇദ്ദേഹം ഈ നേരെ പോന്നൊക്കെ പറയുന്നത് അതുപോലൊരു ടൈപ്പാണ്. ഫ്ലെക്സിബിൾ അല്ല ആള്. പുള്ളി ഇപ്പം സമരമൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി പറയും യൂണിയൻകാരല്ല എനിക്ക് ശമ്പളം തന്നത്, സർക്കാരാണ് എനിക്ക് ശമ്പളം തന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജോലി ചെയ്യാൻ വരും. ഇത് കുറേ കാരെ കൂടി കഴിഞ്ഞപ്പോൾ യൂണിയൻകാരുടെ കണ്ണിൽ ഇങ്ങനെ ഒരു കരടായി. ഇങ്ങനെയുള്ളവരൊക്കെ നമുക്കറിയാമല്ലോ, അവർക്കൊക്കെ പ്രത്യേക മരുന്ന് യൂണിയൻകാരുടെ കയ്യിലുണ്ട്. പെട്ടെന്ന് ഒരു വിജിലൻസ് അന്വേഷണവും അദ്ദേഹത്തിൻ്റെ കണക്കും രജിസ്റ്ററും അദ്ദേഹത്തിൻ്റെ പ്രൊസീജിയറും എല്ലാം പിടിച്ചെടുത്ത് ഓൺ ദി സ്പോട്ടിൽ അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് എല്ലാം കണ്ടെത്തി, മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഫാബ്രിക്കേറ്റഡ് ആണ് അതിലാണ് കണ്ടെത്തി സ്പോട്ടിൽ സസ്പെൻഡായി കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു ഞാനിങ്ങനെ നീതിയോടെയൊക്കെയാണല്ലോ ജീവിക്കണത്, സത്യത്തോടെയാണല്ലോ ജീവിക്കണത്, എന്നിട്ടും എനിക്ക് സസ്പെൻഷൻ വന്നല്ലോ. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവത്തിന് വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ചില ആൾക്കാർ ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിച്ചു പോകേണ്ട കാര്യം സംരക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ്. സംരക്ഷണം ഇല്ലാത്തവർ, ദൈവസംരക്ഷണം ഇല്ലാത്തവർ ഇത് ഇങ്ങനെ എങ്കിലും മനുഷ്യൻ സത്യവും നീതിയും ചെയ്തിട്ടും പിന്നെ മനുഷ്യന് പണി കിട്ടിയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അങ്ങനെ ആ രീതി പോകും. ഇയാൾക്ക് അങ്ങനെയുള്ള പോക്കുകളൊന്നുമില്ല. ഇയാൾക്ക് ജസ്റ്റ് ഞായറാഴ്ച കുർബാനയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഞായറാഴ്ച കുർബാന കൊണ്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്. ഒരു നോമിനലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഒന്നും ചെയ്യത്തില്ല പുള്ളി. ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എക്സ്ട്രാ കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒക്കെ ഡേ ടു ഡേ ജീവിതത്തിലെ നമ്മൾക്ക് ഒരു നോർമലായിട്ട് ലൈഫ് പോകണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ജോലിയുണ്ട്, കാശ് കിട്ടുന്നുണ്ട്, കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്, അവർക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ കെട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകണമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ലാതെ പോരുമ്പോൾ നിങ്ങളോർക്കും ഞാൻ മതപരമായ കാര്യങ്ങൾ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ കൂടെ പ്രാർത്ഥന ഉണ്ട്, ഓക്കെയാണ്. പക്ഷെ ഓക്കെ ആണെന്ന് എൻ്റെ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിനെ ഈ കർത്താവ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്രതീക്ഷിതമായ സമയത്ത് മനുഷ്യപുത്രൻ വരുമെന്ന്. അപ്രതീക്ഷിതമായ സമയം, ഈ അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് ജീവിതത്തിൽ, അപ്രതീക്ഷിതമായ സമയം. അപ്പോൾ അതൊക്കെ മുമ്പ് എന്താ സംഭവിക്കണത്? സൂര്യൻ തണുത്തു പോവും, ചന്ദ്രപ്രകാശം തരത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യപുത്രൻ വരണമല്ല പ്രശ്നം. ദൈവിക ഇടപെടലിന് മുമ്പ് സൂര്യൻ തണുത്തു പോകും. തണുത്തു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത തണുപ്പായിരിക്കും. സൂര്യനാണ് തണുക്കണമെന്ന് ഓർക്കണം. അപ്പോൾ നമുക്ക് ചൂട് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, സ്നേഹത്തിൻ്റെ ചൂടൊക്കെ പകർന്നു തന്ന്, നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും നിലനിർത്തുന്നത് എന്താണ്? മനുഷ്യൻ്റെ സ്നേഹം തന്നെയല്ലേ നിലനിർത്തുന്നത്.
സൂര്യൻ തണുത്ത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്നേഹിച്ച് ഭാര്യയെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ സൂര്യൻ തണുത്ത്, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ചൂട് തീർന്ന്. ചന്ദ്രൻ പ്രകാശം തരത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ മക്കൾ നിങ്ങളെ അംഗീകരിക്കണില്ല. ഈ സഹസ്രധാരന് ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനമില്ലല്ലേ ഇപ്പോൾ. അപ്പം മകള് പറഞ്ഞ് സുവോളജിയാണ് അവള് പറഞ്ഞ് സ്റ്റഡി ടൂറിന് പോകണമെന്ന് അമ്മയോട് പറഞ്ഞു. എല്ലാം അമ്മയോട് പറഞ്ഞത്. അപ്പം അമ്മ അത് തക്കം നോക്കി ഇരിക്കുകയായിരുന്നു. കാര്യം ഈ അപ്പനെന്ന് പറഞ്ഞ കൈക്കൂലൊന്നും മേടിക്കാത്ത ആള്, കിമ്പളമൊന്നുമില്ല. അപ്പം വൈഫ് അങ്ങനെ ആ ടൈപ്പല്ല. കാര്യം വെച്ചാൽ വൈഫിന് ഇയാളുടെ പുച്ഛമാണ്. പുച്ഛത്തെ കാര്യം ഈ വൈഫിൻ്റെ അനിയത്തി ഒരു എക്സൈസുകാരനെ കല്യാണം കഴിച്ചിരിക്കണേ. അപ്പോൾ അവർക്ക് കിമ്പളം കുറെ കിട്ടണുണ്ട്. അതുകൊണ്ട് അവർക്ക് കാറുണ്ട്, മക്കളുടെ ഉല്ലാസയാത്ര ഉണ്ട്, പിന്നെ ശനിയാഴ്ച ഔട്ടിംഗ് ഉണ്ട്, പുറത്ത് ഭക്ഷണം കഴിക്കലുണ്ട്, കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊന്നും ഇല്ല. അത് കാരണം ആണെന്ന് പറഞ്ഞത് വൈഫിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണെന്നും പറഞ്ഞാണ് ഈ വൈഫ് ഇയാളെ കുറ്റപ്പെടുത്തുന്നത്. പണ്ട് കുറ്റപ്പെടുത്തുകയാണ്. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജോലിയില്ല. അപ്പോഴേ വൈഫിന് ഹസ്ബൻഡിനെ അടിക്കാൻ്റെ വടി കിട്ടിയിരിക്കണം. എന്താണ് കാര്യം? മകൾ വന്നിപ്പോൾ ചോദിക്കണം എന്താണ് സുവോളജി സ്റ്റഡി ടൂറിന് പോകണമെന്ന്. അപ്പോൾ എപ്പോഴും അമ്മ കാശ് കൊടുക്കും. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കാശിന് കാശ് വേണ്ടേ, ചിരിച്ച് കാണിച്ചാൽ മതിയാന്ന് ചോദിക്കണേന് അങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാൻ പുതിയ സിലബസിന് മകളെ ഒരു ടീച്ചിങ് എയ്ഡായിട്ട് എടുത്തിട്ട് ഈ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പൻ്റെ അടുത്ത് പറഞ്ഞു വിടും. അപ്പനോട് ചോദിക്കുമെന്ന് പറയും. അപ്പോൾ അവൾ പറയും അപ്പ സ്റ്റഡി ടൂറാണ് 3000 രൂപ വേണമെന്ന് പറയും. അപ്പം പറയും എടി മകളെ ശമ്പളം പെൻഡിങ്ങാണ്, അച്ഛന് കിട്ടുമ്പോൾ തരാം, നീ അമ്മയോട് ആരോടും മേടിക്കാൻ പറയും. ഉടനെ ഇവള് മുന്തം കയറിക്കൊണ്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞത്, സൂര്യൻ തണുത്ത്. മത്തായിയുടെ സുവിശേഷത്തിൽ 24-29 വാക്യം. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും. പൊടുന്നനെയാണ്. ഇതാണ് സംഭവം. പൊടുന്നനെ എന്നുള്ള വാക്ക് നിങ്ങൾ മനസ്സിൽ കരുതണം. ചില സമയത്ത് അപ്രതീക്ഷിതമായി. അപ്പം അതിൻ്റെ വാക്കിൻ്റെ മെയിൻ സംഭവം പൊടുന്നനെയാണ് കേട്ടോ. നിങ്ങൾ പറയും ഞങ്ങൾ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, ഞങ്ങൾ വിശ്വാസം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ എൻ്റെ വലിയ ആനക്കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ നോർമൽ ലൈഫിന് കുഴപ്പമില്ല. ഈ പൊടുന്നനെ എന്നും സാധനം വരും ആകസ്മികമായി. സൂര്യൻ ഇരുണ്ടു പോകും. പൊരുന്നനെ പുള്ളിക്ക് ഇപ്പം തഹസിൽദാറിൻ്റെ സൂര്യൻ ഇരുണ്ടില്ലേ, വൈഫ് സമരത്തിലായി, സ്നേഹത്തിൻ്റെ ചൂടൊന്നുമില്ല, തണുത്തു. ചന്ദ്രൻ പ്രകാശം തരികയില്ല. മക്കള് അവർക്ക് സുവോളജിക്ക് പൈസ കിട്ടാതെ വന്നപ്പോൾ ടൂർ വന്നപ്പോൾ അവള് ഇത്രയും നാള് സഹായിച്ച അപ്പൻ ഇന്ന് അപ്പനല്ലാതായി. ഇതെല്ലാം ഇത്രയും നിങ്ങൾ ഓർക്കണം കേട്ടോ. ആൾക്കാരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ധാരണ ഉണ്ടാകണം. നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഞങ്ങൾ സങ്കടമില്ലാതൊക്കെ പോകണം. എന്തുകൊണ്ടാ പല വിഷയങ്ങളുണ്ടായിട്ടും ഞാനാണെങ്കിൽ ഒരു മനുഷ്യരോട് പറയരുന്നു. എന്താ കാര്യം? പറയാൻ ആളുള്ളതുകൊണ്ടാണ്. അതാണ് വിഷയം. കേൾക്കാനും പറയാൻ ആളുണ്ട്. അമ്മയും ഈശോയും ഉള്ളതാണ്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ദൈവത്തിനേക്കാൾ പ്രാധാന്യം ഒരു മനുഷ്യനെയും കൊടുക്കരുത്. കാര്യം അവസാനം കഴിയുമ്പോൾ വരെ കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം എന്താ സംഭവിച്ചെന്നറിയാവോ? ഇപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് സങ്കടപ്പെട്ടു. നമ്മൾ സങ്കടപ്പെടേണ്ട, കർത്താവ് പറഞ്ഞിട്ടില്ലേ വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന്. അത് ഭയങ്കര ബൈബിളിൽ ഏറ്റവും രസകരമായൊരു സംഭവമാണിത്. ഇതൊരു താക്കോലാണ്. ഇത് വെച്ച് നമുക്ക് കൊട്ടാരം തുറക്കാൻ പറ്റും. ദൈവാനുഗ്രഹത്തിന്റെ കൊട്ടാരമില്ല, അത് തുറക്കാൻ പറ്റിയൊരു താക്കോലാണിത്. എന്താണ്? 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതാരാ ചോദിക്കണത് അറിയാവോ? കർത്താവാണ് ചോദിക്കണത്. അല്ല ഔസേപ്പിതാവൊന്നും അല്ല ചോദിക്കണത്, കർത്താവാണ് ചോദിക്കുന്നത്. ഇനി ചോദിക്കാൻ ആരുമില്ല. സുപ്രീം കോടതി ഫുൾ ബെഞ്ചിലാണ് സംഭവം വന്നിരിക്കുന്നത്. വിശേഷവിധിയായി എന്താണ് ചെയ്യണം? എൻ്റെ മക്കളെ, നമ്മൾ നോർമൽ ക്രിസ്ത്യൻസ് ആയിട്ടൊരു കഥയുമില്ല. നോർമൽ ലൈഫിന് ഓക്കെ. പക്ഷേ ഈ പൊടുന്നനെ നമ്മൾ സാധനം വരും. പൊടുന്നനെ എന്ന് പറയുമ്പോൾ
അതിപ്പോൾ ഈ തഹസിൽദാറിന് സസ്പെൻഷൻ കിട്ടിയ പോലെയാണ്. പൊടുന്നിനെ വന്നാണ്. പൊടുന്നിനെ വരുമ്പോൾ അതിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ വരും. സൂര്യൻ തണുത്തു പോകും, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, നക്ഷത്രങ്ങൾ നിബന്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ പ്രത്യാശ വരെ പോകും, നക്ഷത്രങ്ങൾ നിബന്ധിക്കും. നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിബന്ധിക്കും. നമ്മുടെ പ്രത്യാശ, നമുക്ക് ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പോണത്, ആസാനം ടപ്പ് എന്ന് പറഞ്ഞ് താഴെ വീഴും. നക്ഷത്രങ്ങൾ നിബന്ധിക്കും, ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോഴാണ് ഈ മനുഷ്യപുത്രൻ വരണത്. അത് എനിക്കറിയാം, സാറിന് അറിയത്തില്ലല്ല. നമ്മൾ സാറ് വിശേഷ വിദ്യയായി. സാറ് മുമ്പത്തേക്ക് സാറിപ്പോൾ നോർമൽ ക്രിസ്ത്യനായിട്ടാണ് പോയത്. സാറിന് അപ്ഗ്രേഡ് ചെയ്യാൻ ഈശോ ഉദ്ദേശിക്കുന്നു. ദൈവത്തിന് പണ്ട് പോലെയുള്ള പരിപാടിയാണ് അപ്ഗ്രേഡേഷൻ. അതുകൊണ്ടാണ് എപ്പോഴും അപ്ഗ്രേഡേഷൻ മുമ്പ് ടെസ്റ്റ് ഉണ്ടാവും. എപ്പോഴും ദൈവത്തിൻ്റെ രീതി അതാണ്, അപ്ഗ്രേഡ് ചെയ്യണ മുമ്പ്. ഇപ്പം നമുക്കുണ്ടല്ലോ പരീക്ഷകളൊക്കെ, 6ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു പരീക്ഷയില്ലേ? അപ്ഗ്രഡേഷൻ്റെ ഭാഗമാണ് പരീക്ഷ. അതുകൊണ്ട് മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അവൻ ആത്മാവ് ശക്തിപ്പെട്ടെന്നല്ലേ പറയണത്. അപ്പം ശക്തിപ്പെടുത്താനാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷകൾ വെച്ചിരിക്കുന്നത്. അപ്പം തഹസിൽദാറിന് ഇപ്പം മരുഭൂമിയുടെ കർത്താവിൻ്റെ മരുഭൂമി പരീക്ഷ കഴിയുമ്പോൾ എന്താ പറയണത്? അവൻ ആത്മാവ് ശക്തിയോടെ, ലൂക്ക 4:14 യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി പരീക്ഷ കഴിഞ്ഞപ്പോൾ, മരുഭൂമിയുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ സംഭവിക്കണത്? ആത്മാവിന്റെ ശക്തിയോടെ. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, ഈ നോർമൽ വേ ഓഫ് ലൈഫിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണ മുമ്പ് ഇതുപോലെ ടെസ്റ്റ് വരും. ഇപ്പൊ തഹസിൽദാറിനോട് ടെസ്റ്റായിട്ട് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. ഞാൻ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞു, വിശിഷ്യ കുറെ എക്സ്ട്രാ ഹോം വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് കുറേ നാൾ മുമ്പുള്ള കഥയായത് കാരണം, സംഭവമായത് കാരണം, പുള്ളിക്കാരൻ അന്ന് ചെയ്തതെന്ന് വെച്ചാൽ കുറേ ആൾക്കാരെ കളക്ട് ചെയ്ത് പിന്നെ എല്ലാ ശനിയാഴ്ച പുള്ളിക്കാരൻ തന്നെ ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ആൾക്കാരെ കളക്ട് ചെയ്ത്, സസ്പെൻഷൻ കാലത്ത് പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്, ആൾക്കാരെ കളക്ട് ചെയ്ത് ധ്യാനത്തിന് കൊണ്ടുവരും. അതായത് പരിപാടി. ആ കാലങ്ങളിലെല്ലാം വൈഫും മക്കളും എല്ലാം പുള്ളിയെ സൂര്യൻ തണുത്തു പോവുകയും ചന്ദ്രൻ പ്രകാശം തരികാതിരിക്കുകയും നക്ഷത്രങ്ങൾ നിബന്ധിച്ചു പോകുന്ന കാലത്ത് കർത്താവ് നമ്മളെ കൈവിടത്തില്ലല്ല. എന്താ കാര്യം? കർത്താവിന് അങ്ങനെ ഒരു വാഗ്ദാനമുണ്ട്. അതിലെ ഈ ഉടമ്പടിയിൽ എല്ലാവരും കയറി വരുന്നതിൻ്റെ കാര്യം എന്താണ്? എന്താ കാര്യം? കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. അത് കേൾക്കുമ്പോൾ എന്ത് ത്രില്ല. ഹെബ്രായ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വൈഫും മകളും ഒക്കെ ഇപ്പൊ അവഗണിച്ചില്ലേ? പക്ഷെ കർത്താവ് നിന്നെ ഒരിക്കലും അവഗണിക്കത്തില്ല. ഇനിയിപ്പോൾ വൈഫുമാരെ മക്കളും കൂടി എൻ്റെ കരുത്തേക്കാരരുത്, മറിച്ച് ഭർത്താക്കന്മാരെ അവഗണിക്കേണ്ട കേസ് എന്തുമാത്രമാണ് ഉള്ളത്. ആരവഗണിച്ചാലും നിന്നെ അവഗണിക്കാത്ത കർത്താവിലേക്ക് കൂടുതൽ ആത്മബന്ധം പുലർത്താൻ വേണ്ടിയായിരിക്കും. ഇതുപോലെയുള്ള തഹസിൽദാർ ടൈം കഴിഞ്ഞപ്പോൾ ആ കേസ് കർത്താവ് തന്നെ ഏറ്റെടുത്ത് അത് മുഴുവൻ തള്ളിപ്പോയത് തന്നെയല്ല, മുൻകാല പ്രാബല്യത്തോടെ അദ്ദേഹത്തിൻ്റെ ശമ്പളവും കിട്ടി, എല്ലാം കിട്ടി. പക്ഷേ എന്ത് കിട്ടി? അതിൻ്റെ കൂടെ കർത്താവിനെ കൂടെ കിട്ടി. അത്രയുള്ളൂ. ഒരു കുരിശ് കിട്ടുമ്പോൾ അതിനോട് കർത്താവിനോട് കിട്ടും. അതെപ്പോഴും ഓർത്തേക്കണം. ഒരു കുരിശിനെ കിട്ടിയാൽ നീ വിശ്വാസിയാണെങ്കിൽ അതിൻ്റെ കൂടെ കർത്താവിനെ കൂടെ കിട്ടും. അല്ല, നിങ്ങളെ കർത്താവിൻ്റെ കൂടെ കുരിശ് കിട്ടിയെന്ന് പറയരുത്, കുരിശിൻ്റെ കൂടെ കർത്താവിനെ കിട്ടിയെന്ന് പറയണം. താങ്ക് യു. എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. ബിജി, ഞാൻ ചെടുക്കളം ഇടവകയിൽ നിന്നും, കണ്ണൂർ ജില്ലയിലെ ചെടുക്കളം ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് 28/3/2022 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്, കൃപാസനം പേപ്പറെല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലും ഞാനത് വായിക്കുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് യൂട്യൂബിലൂടെയാണ് ഞാൻ കൂടുതലും കൃപാസനത്തെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ മോന് 18 വയസ്സായിരുന്നു. അവന് ആംബ്ലിക്കസിലൂടെ ഇടയ്ക്ക് പഴുപ്പും ബ്ലഡും വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോഴത്തേന് അവിടുന്ന് ഒരു ഓയിൽമെൻറ്റ് മാത്രം തരും, അത് തേക്കും, അപ്പോൾ കുറയും. കുറച്ച് കഴിഞ്ഞാൽ ആദ്യം അതുപോലെ തന്നെ വരും. അങ്ങനെ 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു MRI ചെയ്താൽ മാത്രമേ അതെന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മോനെ കൊണ്ട് ഞാൻ MRIക്ക് പോയി. MRI ചെയ്തപ്പോഴത്തേന്
അത് ആംബ്ലിക്കസിൽ നിന്നും റെക്ടസിലേക്ക് ഒരു ടിഷ്യൂ ഉണ്ട്, അത് ചെറുതിലെ ക്ലോസ് ആകേണ്ടതാണ്, അത് ക്ലോസ് ആകാത്തതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാതിരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അത് യൂറിനറി ബ്ലാഡറിലേക്ക് ചെല്ലുകയും അത് യൂറിൻ്റെ വേസ്റ്റൊക്കെ പുറത്തോട്ട് അതിലൂടെ വരികയും കൂടുതൽ പ്രശ്നമാവുകയും ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് മോനെ കൊണ്ട് വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ വയറിൽ സൈത്ത് പൂശി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇതുവരെയും മോന് ആ രോഗം വന്നിട്ടില്ല. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് അത് പിന്നീട് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ അത് 6 മാസമായി, ഇതുവരെയും പിന്നീട് അങ്ങനെ ഒരു അസുഖം മോന് വന്നിട്ടില്ല. ഏശയ്യ 65:24 പറയുന്നു, വിളിക്കും മുമ്പേ ഞാനത് കേൾക്കും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് ഉത്തരമരുളും എന്ന് യേശയ്യാ പ്രവാചകനിലൂടെ പറയുന്നുണ്ട്. അതുപോലെ എനിക്കും ഇത് വലിയൊരു അനുഗ്രഹമാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് 2ാമത്തെ നിയോഗത്തിൽ വെച്ചായിരുന്നു മോൻ്റെ 15 വർഷമായിട്ടുള്ള അലർജി രോഗം. അലർജി വന്നു കഴിഞ്ഞാൽ മോന് ഭയങ്കര തുമ്മലായിരിക്കും, സ്കൂളിലൊക്കെ പോകാൻ പറ്റാതെ വരും, പനിയായിരിക്കും, പിന്നീട് പനിയും വരും. അപ്പം 10th പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കൂടിയ സമയമാണ്. അപ്പോൾ മിക്കവാറും ദിവസം പാരസെറ്റമോൾ ഗുളിക കഴിച്ചാണ് അവൻ കോളേജിൽ 10th പോയിക്കൊണ്ടിരുന്നത്, പരീക്ഷയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് ഹോമിയോയും അലോപ്പതിയും ആയുർവേദവും മരുന്നും ഞാൻ മാറി മാറി കാണിക്കും. കുറച്ച് നാളത്തേന് കുറയും, പിന്നീട് അത് പിന്നെയും വന്നുകൊണ്ടിരുന്നു. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് ഉടമ്പടി തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് ഇപ്പോൾ സൗഖ്യം കിട്ടിയിരിക്കുന്നു. അത് 2ാമത്തെ നിയോഗമായിരുന്നു. 3ാമത്തെ നിയോഗം എൻ്റെ മോൻ്റെ കാലിൽ മുട്ടിന് ഒരു മുഴയും വേദനയും കൂടി ഒരു 10 വർഷമായിട്ടുള്ളതാണ്. അവന് മുട്ടുകുത്താനോ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മുട്ടുകുത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. ഇപ്പോൾ കോളേജിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അത് കോളേജിൽ പോകുന്നതും ഇതുപോലെ ഞാൻ പോയി കഴിഞ്ഞ് വന്ന് നല്ല തിരക്കുള്ള ബസ്സിനായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേനും കാലിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും വരുന്നത്. അങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്കേ ലീവാണ്, കോളേജിൽ പകുതി ദിവസം പോകാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിക്കും, ഡോക്ടർ മരുന്ന് തരും. ഡോക്ടർ പറഞ്ഞത് ഒരു എല്ല് വളരുന്നതാണ്, അത് ആ കുട്ടികൾക്ക് ഒരു 22 വയസ്സ് വരെ ഉണ്ടാകും, അത് കഴിഞ്ഞാലേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞു. അതും ഉടമ്പടി തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മുഴ ഇപ്പോൾ കാണാനില്ല. അവിടെ ഒരു വേദന പോലും, അത് തൊടാൻ പറ്റാത്ത വേദനയില്ലായിരുന്നു ആ മുഴ ഇരുന്ന്. അതിപ്പോൾ 1 മാസം കൊണ്ട് ആ സ്ഥലത്ത് ഒരു മുഴയും ഇല്ല, ഒരു വേദനയും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം അവനുള്ളത്. അതായിരുന്നു എൻ്റെ 3ാമത്തെ നിയോഗം. പിന്നീട് ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു നിയോഗമാണ് എനിക്ക് സാധിച്ചു കിട്ടിയത്. മോന് ഇടയ്ക്ക് നടുവേദന വരുമായിരുന്നു. ആ നടുവേദന വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വേഗം ഡോക്ടറെ കാണിച്ചു, വേഗം തന്നെ മാറിക്കൊണ്ടിരുന്നു. പിന്നീട് 1 മാസം മുമ്പേ ഇപ്പം നടുവേദന വന്നു. ആ നടുവേദന വന്നിട്ട് അവന് ഒന്ന് കിടക്കാൻ പറ്റുന്നില്ല, നടക്കാനാവുകയില്ല, ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അവൻ. ഡോക്ടറെ കാണിച്ചപ്പോഴത്തേന് എക്സ്റേ എടുത്തപ്പോഴത്തേന് അത് ഡിസ്കുകൾ 3 അകന്നിട്ടുണ്ടെന്നും അതിൽ ബൾജായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധികം അവൻ നടക്കാനോ കുറച്ച് ദിവസത്തേന് റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുക. അപ്പം അവൻ ബൈക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബൈക്ക് എടുക്കുകയോ വേണ്ട, അവൻ അധികം കളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞു വിട്ടത്. ആ ഡോക്ടർ 3 ദിവസത്തിനുള്ള ഗുളിക തന്നെങ്കിലും ദിവസം 14 ഗുളിക വീതം കഴിക്കാനുണ്ടായിരുന്നു. അത്രയും ഗുളിക കഴിച്ചിട്ടും അവനൊരു മാറ്റം തോന്നിക്കുന്നില്ല. കൂടുന്നല്ലാതെ അവൻ എഴുന്നേറ്റാൽ ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ചാണ് എഴുന്നേറ്റൊന്നും നടന്ന് പയ്യെ ബാത്റൂമിലൊക്കെ പോകുന്നത്. അത്രയ്ക്കൊരവസ്ഥയിലായിരുന്നു. അത് 1 മാസം മുന്നേ വന്നതാണ്. അത് 3 ദിവസം കൊണ്ടാണ് വന്നത്. 3 ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും അധികമായിട്ട് വന്നത്. അത് കഴിഞ്ഞ് അന്നൊരു തീരെ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ വിചാരിച്ച് വേറൊരു ഡോക്ടറെ കാണിക്കുക, ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ. അപ്പം വേറൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞങ്ങളൊരു 60 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം പിന്നെ പോകാൻ വേണ്ടി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പോകാൻ വേണ്ടി വണ്ടി വിളിക്കാമെന്ന് വിചാരിച്ചിരുന്നു. രാവിലെ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇതൊരു മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രം ഇതൊന്ന് മോന് ഒരു കുഴപ്പമില്ല, അതൊന്ന് നടന്നു കിട്ടണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവേ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്നപ്പോഴത്തേന് തന്നെ മോൻ പറഞ്ഞു, എനിക്ക് കുറച്ച് കുറവ് തോന്നിക്കുന്നുണ്ട് അമ്മേ, നമുക്ക് ടാക്സി വിളിക്കണ്ട, നമുക്കെന്നാൽ ബെൽറ്റ് ഉണ്ടായിരുന്നു ഡോക്ടർ കൊടുത്തിട്ട്, ആ ബെൽറ്റും കിട്ടി നമുക്ക് ബസ്സിന് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ അത്യാവശ്യം നടക്കാൻ ഉള്ള രീതിയിലായി ആ സമയത്തിന് തന്നെ. അങ്ങനെ ഞങ്ങൾ 60 കിലോമീറ്റർ യാത്ര ചെയ്ത് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ അവിടെ ചെന്ന് എക്സ്റേയുടെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു MRI ചെയ്യുക, എന്താണ് ഇങ്ങനെ വന്നതെന്ന് നോക്കാം എന്ന് പറഞ്ഞു.
അങ്ങനെ MRI ചെയ്യാൻ പോയപ്പോഴത്തേനും ഞാൻ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു. ജപമാല ചൊല്ലി മാതാവിൻ്റെ കാശുരവും കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, നീ തന്നെ പോയി ആ MRI ചെയ്ത് അതിലൊരു ആ റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്ക് റിസൾട്ട് തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു, ഇതിൽ ഒരു കുഴപ്പമില്ല മോന്, ചെറിയൊരു ബൾജ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് തന്നെ അവൻ നടക്കാൻ ഒരു കുഴപ്പമില്ലാതെ നടക്കാൻ കഴിയുന്ന അവസ്ഥയിൽ തന്നെയാണ് അവൻ ആ സമയത്ത് നടന്നത്. ഞാൻ മരുന്ന് കഴിച്ചേ ഇല്ല. അന്ന് തന്നെ അവന്